Hello everyone, welcome back. This is Nirjana here from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്നൊരു ബാഗിൻ്റെ ഹോൾ ചെയ്തില്ലേ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ബാക്ക് പാക്ക് ഹോൾ. ആ വീഡിയോയിൽ ഞാൻ കുറച്ച് ബാക്ക് പാക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്ത് പാതിയായപ്പോൾ എനിക്ക് തോന്നി ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, കാരണം അത്രയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇസ് മോസ്റ്റ്ലി ഫോക്കസിങ് ഓൺ ബാക്ക് പാക്ക്. ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന ബാഗുകളും അതല്ലാതെ വേറെ ചിലത് ഞാൻ നോട്ടമിട്ട് വെച്ചതും യൂസ് ചെയ്തിട്ടുള്ളതുമായ ചില ലിങ്കുകളും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ അതിനകത്തുള്ള 2 വീഡിയോസ് ഞാൻ ഇന്നത്തെ ഇന്ന് ആഡ് ചെയ്യും. ഞാൻ അന്ന് കാണിച്ചിട്ടില്ല, പക്ഷെ അന്ന് ഷൂട്ട് ചെയ്തതാണ്. ഡ്രസ്സ് എങ്ങനെ മാറി എന്ന് ചിന്തിക്കരുത്. ബട്ട് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ്. അപ്പം ഇന്ന് എനിക്ക് ആദ്യമായിട്ട് കാണിക്കാനുള്ള ബാഗ് ഇസ് ദിസ് വൺ. സോ ഗിയർ എന്നുള്ളൊരു ബ്രാൻഡ് ഞാൻ ആമസോണിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഐ ഗോട്ട് ദിസ് ഫോർ മൈ ഓഫീസ് യൂസ്. ഞാൻ 2022 സ്ട്രാബോ എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ബാഗ് വെരി റാൻഡംലി വാങ്ങി. അത് കയറിയിട്ടില്ലാത്ത ട്രെയിനുകളില്ല, ഫ്ലൈറ്റുകളില്ല, ബസ്സുകളില്ല, ഓഫീസ് എല്ലായിടത്തും എൻ്റെ കൂടെ വന്നിട്ടുള്ള ബാഗാണ്. ഇപ്പം ഏതാണ്ട് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല, പക്ഷേ നിറമൊക്കെ പോയി ഇച്ചിരി പഴയതായി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്യാണ്. സ്ട്രാബോ ഞാൻ ഇപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല, പക്ഷേ ഇഫ് യു ഫൈൻഡ് ദാറ്റ് ബ്രാൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് വൺ. സോ ഗിയറിൻ്റെ ഈ ഒരു ബാഗ് ഇതൊരു ടാൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. ഇതിന് ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്ലസ് ദർ ഇസ് വൺ കമ്പാർട്ട്മെൻറ്റ് ഹിയർ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, കാരണം മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനായിട്ട് ദിസ് ഇസ് ഗുഡ്. പിന്നെ 2 സൈഡിലും വെള്ളം അല്ലെങ്കിൽ അങ്ങനത്തെ ബോട്ടിൽസ് വെക്കാനുള്ളൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഈ പെട്ടിയുടെ ഹാൻഡിലോട്ട് ഇങ്ങനെ നമുക്ക് കയറ്റി വെക്കാൻ പറ്റും. സോ ട്രാവലിങ്ങിനാണെങ്കിലും നല്ലതാണ്. ദിസ് ഇസ് എ 29 ലിറ്റർ വേർഷൻ. ബാക്കിലൊരു സേഫ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമ്മൾ തൂക്കിയിടുന്ന ഭാഗത്ത് നമ്മൾ ബോഡി ടച്ച് ചെയ്യുന്ന അവിടെ. സോ പേഴ്സൊക്കെ വെക്കാനായിട്ട്. പിന്നെ ചാർജർ പുറത്തോട്ട് എടുക്കാനായിട്ട് ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. സോ ഓൾ ദാറ്റ് ഇസ് ഗുഡ്. ആൻഡ് മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ് 2 എണ്ണമാണുള്ളത്. സോ ഇത് ആക്ച്വലി കുറച്ച് പാഡഡ് കമ്പാർട്ട്മെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഓർ ടാബ് ഒക്കെ ഇതിനകത്ത് വെക്കാം. വെരി സ്പേഷ്യസ് കമ്പാർട്ട്മെൻറ്റ്. ആൻഡ് യു ഹാവ് വൺ മോർ സോ ദിസ് ഇസ് ദ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ്. അതിനകത്ത് ഇങ്ങനെ ചെറിയൊരു ഫർദർ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ഉണ്ട്. ആൻഡ് വെരി ഗുഡ് ക്വാളിറ്റി ഓൾസോ. കറക്റ്റ് സൈസുമാണ്, നൈസ് കളർ ആൻഡ് ക്വാളിറ്റി ഈസ് നൈസ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിന് ഗിയറിൻ്റെ ഒരു ബാഗ് ഫ്യൂ മന്ത്സ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ട് ഹീ ഈസ് വെരി ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ ആളോട് ചോദിച്ചിട്ടാണ് പിന്നെ ഞാനും ഇത് പിക്ക് ചെയ്തത്. സോ ഐ എം ലൈക്കിങ് ദിസ്. ദ നെക്സ്റ്റ് ബാഗ് ഐ വാണ്ട് ടു ഷോ യു ഇസ് ദിസ്. ഇതും കുറേ നാൾ എൻ്റെ കാട്ടിൽ കിടന്നൊരു ബാഗാണ്, പക്ഷെ കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ 2ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഷോൾഡർ ബാഗായിട്ടും യൂസ് ചെയ്യാം, അതല്ലാതെ ബാക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ പല ഡിസൈൻസ് ഒക്കെ ഞാൻ കണ്ടു. ബട്ട് ദ മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് റിയലി നൈസ്. മറ്റേ ക്രോക്ക് പാറ്റേൺ ആണ്. ഒരു ഇങ്ങനെ ഇളകി പൊരിഞ്ഞു പോകൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആൻഡ് ഈവൻ ബാക്ക് പാക്കിൻ്റെ സ്റ്റാപ്പ് ക്വാളിറ്റി ആണെങ്കിലും ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എവറിത്തിങ് ലുക്സ് റിയലി നൈസ്. സോ ഇതിനകത്ത് ഫ്രണ്ടിലൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. മൊബൈലൊക്കെ കിടക്കുന്ന സൈസിലുള്ള ഒരു ബിഗ് കമ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ അതല്ലാതെ ദർ ഇസ് അനദർ ഇത്ര നീളം വരുന്നൊരു കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. സോ ചാർജറോ അങ്ങനെയൊക്കെ തന്നെയും വെക്കാൻ പറ്റും. സൈഡിൽ വാട്ടർ ബോട്ടിലോ അങ്ങനെയൊക്കെ വെക്കാനുള്ള 2 സൈഡും കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇനി മോളിൽ അല്ല ഇതിനകത്തുള്ളത്. ബാഗ് നേരെ തിരിക്കുക. ബാക്ക് സൈഡിൽ ഒരു കോട്ടയുടെ വാതിലൊക്കെ തുറക്കുന്ന പോലെ യു ഷേപ്പിലാണ് തുറക്കുക ഇങ്ങനെ. അത് ഫുൾ ഹൈറ്റ് ഇത്രയും കിട്ടും. സോ നമുക്ക് ബോട്ടിലൊക്കെ പിന്നെ ബോട്ടിലൂടെ കാണുന്നില്ല, ഞാൻ വെച്ച് നോക്കി. എൻ്റെ 1 ലിറ്റർ വാട്ടർ ബോട്ടിലൊക്കെ ഈസിലി ഡയഗണലി കിടക്കും. 500 750 ml ആണെങ്കിൽ വെർട്ടിക്കലി തന്നെ വെക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് വേറെയും ഒരു സിപ്പർ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ മെക്കാനിസം. ട്രാവൽ ചെയ്യുമ്പോൾ ആക്ച്വലി ആ നിലയ്ക്ക് നോക്കിയാൽ ഭയങ്കര സേഫാണ്, കാരണം മുകളിൽ കൂടെ ഒരാൾക്ക് തുറന്ന് എടുക്കാനായിട്ട് പറ്റില്ല. ആൻഡ് സിപ്പർ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. സൈഡ് ബാഗായിട്ട് ഇടാനാണെങ്കിലും നല്ലതാണ്. ഇറ്റ്സ് ലൈക്ക് ദ റൈറ്റ് സൈസ്. ബാക്ക് പാക്ക് ആക്കണമെങ്കിൽ അങ്ങനെ, സൈഡ് ബാഗ് ആക്കണമെങ്കിൽ അങ്ങനെ. ആൻഡ് ദ കളർ ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. സംഭവം റെഡ് മെറൂൺ ഫാമിലി ആണെങ്കിലും ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് അത്രയും ഒരു യൂണിവേഴ്സൽ കളർ പോലെയാണ്. ഇത് വാങ്ങിയ സമയത്ത് ആ ഒരു മെറ്റീരിയലിന് മണം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 2 മൂന്നായിട്ട് ഉപയോഗിച്ചു, ഇപ്പം മണമില്ല. ബട്ട് ഐ റിയലി ലൈക്ക് ദിസ്. ടോട്ടലി വർത്ത് ദ പ്രൈസ് ആയിരുന്നു. ദ നെക്സ്റ്റ് വൺ ഐ ഗോട്ട് ഇസ് ദിസ്. സോ ഈ ക്വിൽറ്റഡ് ഡിസൈനിലെ ബാഗ് ഞാൻ കുറേ നാളുകളായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ തലേണ പോലെ ഇരിക്കും. വർഷങ്ങൾക്ക് മുന്നേ ഐ ഗിഫ്റ്റഡ് വൺ ടു മൈ ഫ്രണ്ട്. ഈവൻ ദെൻ ഞാനപ്പോൾ വാങ്ങിയില്ല. ബട്ട് ദിസ് ടൈം ഐ തോട്ട് ഓക്കെ ഐ എം ഗോണ ഗെറ്റ് ദിസ്. ഇതിൻ്റെ ഈ ടോട്ട് ബാഗും ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ക്വിൽറ്റഡ് എന്ന് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം ടോട്ടായാലും ബാക്ക് പാക്ക് ആയാലും ദിസ് ഇസ് ആക്ച്വലി റിയലി ഗുഡ്. ഇതാണ് ഇതിനെ ക്വിൽറ്റഡ് പാറ്റേൺ എന്ന് വിളിക്കാൻ കാരണം. നമ്മുടെ ചില ഈ പുതയ്ക്കുന്ന ഷീറ്റില്ലേ, അതിൽ ക്വിൽറ്റഡ് പാറ്റേൺ കാണില്ല, അതുപോലെ തന്നെ ഉള്ളിലെ ലൈനിങ്. ഇങ്ങനത്തെ ബാഗുകൾക്കൊക്കെ ഈ ഇങ്ങനത്തെ ലൈൻസ് ഉള്ള ലൈനിങ് തന്നെ കേട്ടോ അകത്ത് വരുന്നത്. സോ ദിസ് വൺ ഇസ് വൺ മെയിൻ കമ്പാർട്ട്മെൻറ്റ്. അതാണ് ഇതിനകത്തുള്ളത്. അകത്ത് വേറെ സിപ്പറോ കാര്യങ്ങളൊന്നുമില്ല. സൈഡിൽ 2 ബോട്ടിൽ അല്ല അങ്ങനെ സാധനം വെക്കാനുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ഒരെണ്ണമുണ്ട്. അത് ആക്ച്വലി വെൽക്രോ മാത്രമല്ല, സിപ്പറും കൂടെയാണ്. ഇറ്റ്സ് എ സിപ്പർ കമ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ് വെൽക്രോ. അപ്പം ഒരുപാട് വാല്യുബിൾസ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വെൽക്രോ വെച്ച് അടച്ചു വെച്ചാൽ മതി. I love the bag. It's so pretty.
ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ ആൻഡ് ദിസ് ഇസ് ദ സ്ട്രാപ്പ്. വെരി പ്രിറ്റി. ഇതിൻ്റെ കളേഴ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ദ കളേഴ്സ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ സൈസ് നിങ്ങൾക്കൊരു ടാബൊക്കെ ഈസിലി ഇതിനകത്ത് വെക്കാൻ പറ്റും. നോട്ട് സോ സ്മോൾ. പിന്നെ നമ്മളിപ്പോൾ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ അപ്പർ കേസിനൊക്കെ ബാഗ് ഉപയോഗിക്കുന്ന പോലെ ഭയങ്കര ഹെവി ഡ്യൂട്ടി ഡെയിലി യൂസേജ് ടൈപ്പ് ഒരു ബാഗ് അല്ല. ഒബ്വിയസ്ലി ആസ് യു ക്യാൻ സി. അങ്ങനെ വർക്ക് വെയർ ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോഴും വർക്കിന് എൻ്റെ വീട്ടുകാർ പറഞ്ഞ പോലെ ഒരു പുറത്തേക്കുള്ള സാധനം കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നിന്നൊന്നും വരില്ല. പക്ഷേ ഇറ്റ്സ് സച്ച് എ ക്യൂട്ട് ബാഗ്. ഇത് റിട്ടേൺ ചെയ്യണോ വേണ്ടെന്നൊക്കെ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ കണ്ട മൊമെൻറ്റിൽ തന്നെ എനിക്കറിയാമായിരുന്നു ഞാൻ നിന്നെ റിട്ടേൺ ചെയ്യില്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് ദിസ് കുഞ്ഞ് ബാഗ്. ഞാൻ റീസെൻ്റ്ലി ഇത്തിരി നേരം എന്നുള്ള സിനിമ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കഥയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ജെറിൻ വഹാബിൻ്റെ ആ കുഞ്ഞ് ബാക്ക് പാക്കാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഈ കുഞ്ഞ് ബാക്ക് പാക്ക് ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതൊരു സ്ലിങ്ങിൻ്റെ സൈസല്ലേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ സ്ലിങ് ഇടുന്നതിനേക്കാൾ പലർക്കും കംഫർട്ടബിൾ ബാക്ക് പാക്കായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് എൻ്റെ കാട്ടിൽ കിടന്നു. തീരെ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യാതിരുന്നത്. കാരണം എനിക്ക് ഇതൊക്കെ ഒരു ഐഡിയൽ ബാക്ക് പാക്ക് സൈസാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആസ് യു ക്യാൻ സി റൈറ്റ്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ പോയിന്റ് അറ്റ് ഓൾ. സോ ദിസ് ഇസ് ബൈ ദ ബ്രാൻഡ് സക്കി മുക്കി എന്നാണെന്ന് തോന്നുന്നു. SACCI MUCCI. ഇതേ സൈസിൽ പല കളേഴ്സ് അവൈലബിൾ ആണ്. മെറൂൺസ് ആൻഡ് ബ്രൗൺസ്. സോ ദിസ് ഇസ് യെല്ലോ ആൻഡ് ഒരു ഗ്രേ കളർ. സോ ഫോർ ദിസ് വൺ ഐ ഫീൽ ദ ക്വാളിറ്റി ഈസ് ഗുഡ്. ബട്ട് ഭയങ്കര കിട്ടണമെന്ന് എനിക്ക് തോന്നിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ആസ് എൻ ക്വാളിറ്റിയുടെ പ്രോബ്ലം അല്ല, പാക്കിങ്ങിൻ്റെ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞിട്ടാണ് വന്നത്. അതിപ്പോൾ ഞാൻ നിവർത്തി കുഴപ്പമില്ല. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഇങ്ങനെ അയ്യോ ചുളുങ്ങിയോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ അതല്ലാതെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ദിസ് ഇസ് ദ സ്ലിങ്. അത് മറ്റേ ആ മെറ്റീരിയൽ തന്നെയാണ്, സെയിം മെറ്റീരിയലാണ്. ദിസ് ഇസ് ഹൗ യു ഹോൾഡ് ഇറ്റ്. സോ ഇതിനകത്ത് ഒരു കുഞ്ഞ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഫ്രണ്ടിൽ. ആൻഡ് ദെൻ യു ഹാവ് ദിസ് കമ്പാർട്ട്മെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് മൊബൈലൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ ദ മെയിൻ കമ്പാർട്ട്മെൻറ്റ് അവരിങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് അയച്ചത്. സോ എത്ര ഫ്ലഫിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു സിപ്പർ കമ്പാർട്ട്മെൻറ്റും ഉണ്ട്, വിച്ച് ഇസ് ആസ് എക്സ്പെക്റ്റഡ്. ആൻഡ് ദിസ് ദ ലൈനിങ് ക്വാളിറ്റി, വാഷബിൾ ആയിട്ടുള്ള ലൈനിങ് ആണ്. സോ സിപ്പർ ക്വാളിറ്റി എല്ലാം വളരെ നല്ലതാണ്. ഇറ്റ്സ് വെരി ക്യൂട്ട് ദാറ്റ് വേ. ഇതിനകത്തൊരു 300 ml ഒരു 300-400 ml കുഞ്ഞു ബോട്ടിലൊക്കെ കൊള്ളും. ആൻഡ് വെരി ഹാൻഡി. ആൻഡ് എൻ്റെ ഒരു ബോഡി സൈസുമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഞാൻ കുറച്ച് ബൾക്കി ആയതുകൊണ്ട് കുഞ്ഞ് ബാക്ക് പാക്സ് ഭയങ്കര വൃത്തികേടായിരിക്കും എന്നാണ്. ആനയും ഉറുമ്പും പോലെ ഇരിക്കും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ്. ഇറ്റ് ഈസ് വെരി ക്യൂട്ട് ആൻഡ് ദ കളർ ഇസ് ഓൾസോ നൈസ്. പിന്നെ കുറേ കളേഴ്സിൽ അവൈലബിൾ ആണല്ലോ ഈ ബ്രാൻഡ്. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഐ വിൽ ഷോ യു ദി അതർ 2 backpacks that I absolutely love. Now starting with the backpacks. സോ ഇതും കപ്രീസിൻ്റെ ഒരു ബാക്ക് പാക്കാണ്. കണ്ട പാടെ തന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ നീഡ് ദിസ് അങ്ങനെ പിക്ക് ചെയ്തതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ സോഫയിലൊക്കെ ഉള്ള പോലത്തെ അങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഇറ്റ്സ് പ്രിറ്റി ക്യൂട്ട്. ഭയങ്കര വലിയ ഒരു ബാക്ക് പാക്ക് അല്ല. ഐ ലൈക്ക് ദിസ് സൈസ് ബാക്ക് പാക്ക് വെൻ സേ ഐ ഹാവ് എ ലോട്ട് ഓഫ് വാക്കിംഗ് ഇൻവോൾവ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മോൾ വിസിറ്റ്, ഒരു ഫുൾ ഡേ ആണെങ്കിൽ എനിക്ക് സ്ലിംഗ് ബാഗ്സ് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. പെയിൻ പ്ലസ് വാട്ടർ ബോട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഐ ഓൾവേസ് ക്യാരി മൈ ബോട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ദിസ് ഇസ് 750 ml ബോട്ടിൽ. ദിസ് fits in comfortably in the bag. Even a 1 liter flask which is taller than this fits in the bag. So that is good. അപ്പം അങ്ങനെയുള്ള പേർപ്പസസിനാണ് ഞാൻ ഇങ്ങനത്തെ ക്യൂട്ട് ബാക്ക് പാക്സ് കൊണ്ട് നടക്കുന്നത്. സോ ദിസ് ഇസ് ദ സ്ലിംഗ് ക്വാളിറ്റി. ആൻഡ് ബ്രാൻഡിങ് ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ ബ്രാൻഡിങ് പുറത്ത് കാണത്തില്ല. സോ 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ദിസ് ഇസ് ദ മേജർ കമ്പാർട്ട്മെൻറ്റ്. അതിനകത്ത് ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട്. വേണമെങ്കിൽ ഫോൺ അവിടെ വയ്ക്കാം. അകത്തൊരു ബ്രാൻഡിങ് വരുന്നുണ്ട്. പ്ലസ് ഒരു സിപ്പർ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആൻഡ് ദ ലൈനിങ് ക്വാളിറ്റി ഈസ് ഓൾ റിയലി നൈസ്. ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ബോട്ടിലും 2 സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഒരു ഓവർനൈറ്റ് പാക്ക് ചെയ്യാമെന്ന് അറിയില്ല. പക്ഷേ ഒരു സെറ്റ് ഓഫ് ക്ലോത്ത്സ് ഒക്കെ വേണമെങ്കിൽ റോൾ ചെയ്ത് പാക്ക് ചെയ്ത് വേണമെങ്കിൽ ഇതിനകത്ത് എടുക്കാം. പിന്നെ ഇവിടെ ഒരു കുഷനിങ് പോലെ തന്നെ അത് അത്യാവശ്യം തിക്കാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പോ ഇപ്പം ലാപ്ടോപ്പ് അല്ല, ഇപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ ഒരു എന്തൊക്കെയോ ഒരു ഡിവൈസ് ഓർ ടാബൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് വെക്കാം. കാരണം ഇവിടെ ഒരു കുഷനിങ് ഇഫക്റ്റും ഉണ്ട്. ഇറ്റ് ഹാസ് മോർ കമ്പാർട്ട്മെൻറ്റ്സ്. ഈ 2 സൈഡിലും 2 കുഞ്ഞി കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ബോട്ടിലൊന്നും വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ എൻ്റെ മാസ്ക് അല്ലെങ്കിൽ സാനിറ്റൈസർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കും. സോ ആ നിലയിൽ കമ്പാർട്ട്മെൻറ്റ് വൈസ് ഐ അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. എൻ്റെ സ്റ്റേപ്പിൾ ബാക്ക് പാക്കായിട്ട് ഞാൻ കൊണ്ടുനടന്നത് ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് ഐ നെവർ ഷോഡ് ഇറ്റ് ഇൻ എനി ഓഫ് മൈ വീഡിയോസ്. ഇറ്റ് ഇസ് ദിസ് വൺ ബൈ സൂക്ക്. 2024 തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഷോഡ് ഇറ്റ് ഇൻ മൈ വീഡിയോസ്. ഇപ്പോഴും യാതൊരു ക്വാളിറ്റി ഇഷ്യൂവുമില്ല. ഐ ഹാവ് ടേക്കൺ ഇറ്റ് ട്രെയിനിലും ബസ്സിലും ഫ്ലൈറ്റിലും ഓട്ടോയിലും കാറിലും എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഇതിൻ്റെ
ഐ ലൈക്ക് ഈ ഹാൻഡിൽ ക്വാളിറ്റി ഒക്കെ ആക്ച്വലി നല്ലതാണ്. ഒരു രഹസ്യ കമ്പാർട്ട്മെൻറ്റ് പോലെ ഒരു ഭാഗമുണ്ട് വേർ യു ക്യാൻ കീപ്പ് മണി ഓർ മാസ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ആൻഡ് ദെൻ ഒരു മേജർ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ദാറ്റ് ഇസ് നെഗറ്റീവാന്ന് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഐ ഹാവ് ബീൻ യൂസിങ് ഇറ്റ് ഫോർ ഓൾമോസ്റ്റ് 2 years now. ബട്ട് ജസ്റ്റ് വൺ കമ്പാർട്ട്മെൻറ്റ്. ഒരു ലോങ് സിപ്പർ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് വേ യു ക്യാൻ കീപ്പ് മണി ഓർ അങ്ങനത്തെ സാധനങ്ങൾ. ആൻഡ് ഹിയർ ഇസ് എ സെപ്പറേഷൻ ഓൾസോ പ്ലസ് ദിസ് വൺ മേജർ കമ്പാർട്ട്മെൻറ്റ്. സോ ദിസ് ഹാസ് ബീൻ കൺവീനിയൻറ്റ്. പക്ഷേ ഇതങ്ങനെ ഒരു ഫ്ലെക്സിബിൾ അല്ല. ബട്ട് ദാറ്റ്സ് ഫൈൻ. ഇറ്റ്സ് മോർ ഓഫ് എ സ്ട്രക്ചേർഡ് ബാക്ക് പാക്ക്. ആൻഡ് കളർ ഇത് എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. സൈസ് വൈസ് ഓൾമോസ്റ്റ് സിമിലർ. ദിസ് ലുക്സ് എ ബിറ്റ് സ്മോളർ. പക്ഷേ ഇതിൻ്റെ പർപ്പസ് ഇസ് ഡിഫറെൻറ്റ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഡേറ്റ്. ഏത് ബാഗാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. പല പർപ്പസിനെന്നുള്ള നിലയിലാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ റഗ്ഗഡ് രീതിയിൽ ട്രാവലിംഗ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫ്രം ഒരു സോളോ ഡേറ്റ് പോലെയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഒബ്വിയസ്ലി ദ റിക്വയർമെൻറ്റ്. പക്ഷേ ഈ ബാഗുകളെല്ലാം സെർവ്സ് ഡിഫറെൻറ്റ് പർപ്പസസ്. പിന്നെ പല കളേഴ്സും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.